ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. പോസിറ്റീവ് ടോക്സ് എന്ന നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുറേ നാളായി കാണാത്ത അല്ലെങ്കിൽ സംസാരിക്കാത്ത ഒരു സുഹൃത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കുകയാണ്. പെട്ടെന്നാണ് നിങ്ങളുടെ ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കുമ്പോൾ കൃത്യമായി നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ച അതേ വ്യക്തിയുടെ കോൾ അല്ലെങ്കിൽ മെസ്സേജ്. നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും, അല്ലേ? നമ്മൾ ഇതിനെ വെറുമൊരു യാദൃശ്ചികത എന്ന് വിളിച്ച് തള്ളിക്കളയാറുണ്ട്. എന്നാൽ മനഃശാസ്ത്രത്തിൽ ഇതിനെ സിൻക്രോണിസിറ്റി അല്ലെങ്കിൽ അർത്ഥവത്തായ യാദൃശ്ചികത എന്ന് പറയുന്നു. നമ്മുടെ ഉള്ളിലെ ചിന്തകൾക്ക് മറ്റുള്ളവരിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുമോ? നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നിങ്ങളുമായി പിണങ്ങി മാറി നിൽക്കുന്ന ഒരാൾ, അതുമല്ലെങ്കിൽ കുറേ നാളായി നിങ്ങളെ വിളിക്കണം എന്ന് നിങ്ങൾ കൊതിക്കുന്ന ഒരു വ്യക്തി, അവരെ നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരാനും ലോ ഓഫ് അട്രാക്ഷൻ തത്വങ്ങൾ ഉപയോഗിച്ച് ആ ഒരു കണക്ഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്നും വളരെ ലളിതമായ 5 സ്റ്റെപ്പുകളിലൂടെ നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ഏകാഗ്രത കൂട്ടാനുള്ള ഒരു മികച്ച പരിശീലനം കൂടിയാണ്. വീഡിയോ പൂർണ്ണമായും കാണുക, ഒരു സ്റ്റെപ്പ് പോലും മിസ് ചെയ്യരുത്. അതിനു മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്നാമതായി, മനസ്സിൻ്റെ ശക്തിയും യുക്തിയും. നമുക്ക് ഈ 5 സ്റ്റെപ്പുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിന് ഇതിൽ പൂർണ്ണ ഏകാഗ്രത ലഭിക്കൂ. ശാസ്ത്രീയമായി പരീക്ഷണശാലകളിൽ തെളിയിക്കപ്പെട്ട സിദ്ധാന്തങ്ങൾ ഇതിനില്ല. എങ്കിൽ പോലും നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി അതിരുകളില്ലാത്തതാണെന്ന് നമുക്കറിയാലോ. നമ്മുടെ ചിന്തകൾ ഒരു തരം ഊർജമാണ്. നമ്മൾ ഒരാളെക്കുറിച്ച് വികാരഭരിതമായി തീവ്രമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക ഫോക്കസ് ഉണ്ടാകുന്നു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ, നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മളിൽ പോസിറ്റീവ് എനർജി നിറയുന്നു. ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് സമാനമായ ഊർജങ്ങൾ തമ്മിൽ ആകർഷിക്കപ്പെടും. നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ ആ പോസിറ്റീവ് എനർജി നമ്മളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇതെങ്ങനെ പ്രായോഗികമായി ഒരു പരിശീലനമാക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം. ചെയ്യേണ്ട 5 ലളിതമായ ഘട്ടങ്ങൾ. ഇനി നമുക്ക് ആ 5 ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ യാതൊരുവിധ സംശയങ്ങളും ഉണ്ടാവരുത്. ഒന്നാമത്തെ ഘട്ടം ആൽഫ സ്റ്റേറ്റിലേക്ക് മാറുക എന്നതാണ്. നമ്മുടെ മനസ്സ് ഏറ്റവും ശാന്തമായിരിക്കുന്ന അവസ്ഥയിലാണ് ഉപബോധ മനസ്സിന് നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഇതിനായി ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. കണ്ണുകൾ അടച്ച് 5 തവണ ആഴത്തിൽ ശ്വാസമെടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവ് എനർജിയും പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലെ ടെൻഷനും മാറുന്നതായി സങ്കല്പിക്കുക. നിങ്ങളുടെ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആകട്ടെ. രണ്ടാം ഘട്ടം, ആ വ്യക്തിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. വിഷ്വലൈസേഷൻ. ഇനി നിങ്ങൾക്ക് ആരുടെ കോളാണോ വരേണ്ടത് ആ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവർ നിങ്ങളുടെ തൊട്ടു മുന്നിൽ ഇരിക്കുന്നത് പോലെ ഭാവനയിൽ കാണുക. അവരുടെ കണ്ണുകൾ, അവരുടെ പുഞ്ചിരി, അവരുടെ ശബ്ദം എന്നിവ കൃത്യമായി ഓർത്തെടുക്കുക. മനസ്സ് എത്രത്തോളം ഫോക്കസ്ഡ് ആകുന്നോ അത്രത്തോളം നല്ലത്. മൂന്നാം ഘട്ടം, സന്ദേശം അയക്കുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അവരോട് സംസാരിക്കുക. വളരെ ലളിതമായ ഒരു വാചകം മാത്രം പറയുക. ഉദാഹരണത്തിന്, എന്നെ ഇപ്പോൾ തന്നെ വിളിക്കൂ, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കൂ, ഞാൻ കാത്തിരിക്കുകയാണ്. ഈ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായ സ്നേഹത്തോടെ അവർക്കായി സമർപ്പിക്കുക. നാലാമതായി, നമ്മുടെ ഉള്ളിൽ വികാരം നിറയ്ക്കുക. ഫീൽ ദ ഇമോഷൻ. സുഹൃത്തെ, വെറുതെ ചിന്തിച്ചാൽ പോരാ. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വികാരങ്ങൾ കൂടെ ഉണ്ടാകുമ്പോഴാണ് അവയ്ക്ക് ശക്തി കൂടുന്നത്.
നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ റിംഗ് ചെയ്യുന്നത് കാണുക. സ്ക്രീനിൽ ആ വ്യക്തിയുടെ പേര് തെളിയുന്നു. നിങ്ങൾ ഫോൺ എടുക്കുന്നു. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ആ അതിയായ സന്തോഷം അതിപ്പോൾ തന്നെ അനുഭവിച്ചറിയുക. മനസ്സുകൊണ്ട് അത് സംഭവിച്ചു കഴിഞ്ഞതുപോലെ സന്തോഷിക്കുക. 5ാമത്തെ ഘട്ടത്തിൽ പറയുക, വിട്ടുകളയുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. മിക്ക ആളുകളും തെറ്റുപറ്റുന്നത് ഇവിടെയാണ്. ഇത് ചെയ്തു കഴിഞ്ഞ ഉടനെ ഫോണിലേക്ക് നോക്കി ഇപ്പം കോൾ വരും എന്ന് കരുതി ഉത്കണ്ഠയോടെ ഇരിക്കരുത്. ഒരു വിത്ത് പാകിക്കഴിഞ്ഞാൽ അത് മുളയ്ക്കാൻ നമ്മൾ ഒരു സമയം കൊടുക്കണമല്ലോ. അതുപോലെ നിങ്ങൾ ആ ആഗ്രഹം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഈ ഫോൺ മാറ്റിവെച്ച് നിങ്ങളുടെ മറ്റ് ജോലികൾ ശ്രദ്ധിക്കുക. ഉത്കണ്ഠ ഒഴിവാക്കി പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക. എപ്പോഴാണ് ഇത് ചെയ്യേണ്ട കറക്റ്റ് സമയം? അങ്ങനെയുണ്ടോ? ഇത് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെയോ ആണ്. കാരണം ഈ സമയങ്ങളിൽ നമ്മുടെ ബാഹ്യ മനസ്സ് ശാന്തമായിരിക്കും. ഉപബോധ മനസ്സ് കൂടുതൽ സജീവമായിരിക്കുന്ന സമയമായിരിക്കും. പൂർണ്ണമായ വിശ്വാസത്തോടെയും പോസിറ്റീവ് ചിന്തയോടെയും മാത്രം ഇത് ചെയ്യുക. സംശയങ്ങൾ നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തും, ഉറപ്പാണ്. നമ്മുടെ മനസ്സിൻ്റെ ശക്തി അതിരുകളില്ലാത്തതാണ്. പോസിറ്റീവ് ചിന്തകളിൽ വിശ്വസിക്കുക. നല്ല കാര്യങ്ങൾ നിങ്ങളെ തേടി വരും. ഇത് നിങ്ങൾ ഒരു മനസ്സ് ശാന്തമാക്കാനുള്ള പരിശീലനമായി ഇന്ന് തന്നെ ചെയ്തു നോക്കൂ. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകിയെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ പോസിറ്റീവ് ടോക്സ് എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു പോസിറ്റീവ് ചിന്തയുമായി കണ്ടുമുട്ടാം. നന്ദി.